സ്വാഗതം. മറ്റൊരു സായാഹ്ന ഡയറക്റ്റ് കാർഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ദിവസം കറണ്ട് സിറ്റുവേഷനിൽ എന്ത് അഡ്വൈസ് ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷനാണ്. രണ്ടാമത്തെ കാർഡ് എന്ത് പാഠം അല്ലെങ്കിൽ എന്ത് തടസ്സമാണ് നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് ഉപദേശമാണ് യൂണിവേഴ്സിൽ തരാനുള്ളതെന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ഏത് സിറ്റുവേഷനാണെന്ന് ടാരോയിൽ വന്നിട്ടുള്ളത് നോക്കട്ടെ. 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മളൊരു 10 വടികൾ ചുമക്കുമ്പോൾ അത് ഒരുമിച്ച് കെട്ടി തോളത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗകര്യമായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ വ്യക്തിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ തല താഴത്തേക്കായിട്ടാണ്, അതായത് ഏത് നിമിഷവും ഇത് താഴേക്ക് വീണ് പോകാം. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഭാരം ചുമന്നുകൊണ്ട് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ, അവിടേക്ക് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഒരുപാട് ഭാരം ചുമക്കുന്നു, ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തള്ളി നീക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം താങ്കൾ. എന്താണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ഒബ്സ്റ്റക്കിളാണ് നമുക്ക് ഇതാക്കുന്നത് വെച്ചപ്പോൾ നമുക്കിത് ഫൂൾ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഫൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മേജർ ആർക്കാന കാർഡാണ്. ഒരു ആത്മീയമായിട്ട് നാം പഠിക്കേണ്ട പാഠമാണ്. ഈ ഒരു സമയത്ത് നാം പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് 10 എന്ന് പറഞ്ഞ നമ്പറാണ്. 10 എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരിവർത്തനത്തിൻ്റെ നമ്പർ എന്ന് പറയും. അതിനുശേഷം നമുക്ക് വളരാനുള്ളൊരു ചാൻസാണ്. അപ്പോൾ ഈ ഫൂൾ എന്ന് പറയുന്ന കാർഡ് 0 എന്ന് പറയുന്നതാണ്. അത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന നമ്പറാണ്. ഇതിനർത്ഥം നമ്മളോട് ഇപ്പോൾ പറയുന്ന ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി എന്നുള്ളതാണ്. അതായത് ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും നമുക്ക് ഉയരാൻ കഴിയും. ഒരു പുതിയ തുടക്കത്തിന് സാധ്യതയുണ്ട്. അതിന് വയസ്സോ പ്രായമോ എഡ്യൂക്കേഷനോ ഒന്നും പ്രശ്നമല്ല. നമ്മൾ വിചാരിച്ചാൽ ഏത് സാധ്യതയിലും നമുക്കൊരു ഇതുണ്ട്. ഈ പാഠമാണ് നാം പഠിക്കേണ്ടത്. എന്ത് അഡ്വൈസാണ് ഈ ഒരു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ചോദിച്ചപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. കപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഫിഷ് വരുന്ന കാർഡാണ്. പേജ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ ഇതിലാണ് ഈ താമരകൾ ബോഡിയിൽ കാണുന്നത്. അപ്പോൾ നാം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ പോകുന്നൊരിതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേജ് ഓഫ് കപ്സ് മാതിരി ഇത് ക്രിയേറ്റിവിറ്റിയാണ്, മാജിക്കാണ്, വ്യക്തിത്വ വികസനമാണ്, സന്തോഷമാണ്. കാരണം കപ്പെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. ഇത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും താങ്കൾക്ക് കഴിയട്ടെ. താങ്കൾക്ക് നല്ലൊരു ശോഭനമായിട്ടുള്ള ഭാവി ഞാൻ ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ കാണണം. താങ്ക് യു വെരി മച്ച്.